മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി MT വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ വിവാദം തുടരുകയാണ്. KLF വേദിയിൽ ചിലതു പറയുമെന്ന് MT നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് എഴുത്തുകാരൻ NE സുധീർ. രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നയാളാണ് MT. കേരളവും മുന്നിൽ കണ്ടാണ് പ്രസംഗം. MTയെ കുറിച്ച് അറിയാത്തവരാണ് സംശയിക്കുന്നതെന്നും NE സുധീർ 24നോട് പറഞ്ഞു. പ്രസംഗത്തിന് ശേഷം MTയുമായി സംസാരിച്ചെന്നും NE സുധീർ വ്യക്തമാക്കി. MT പറഞ്ഞത് കൃത്യമാണ്. ഇത്തരം സമാന സ്വഭാവങ്ങളോടുകൂടി ഭരണത്തെ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞതൊരു പ്രത്യേക രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചാണ്. ആ പ്രക്രിയയോട് ചേർന്ന് നിൽക്കുന്നവർക്കത് അവരവരെന്താണ് തോന്നുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഭരണാധികാരികളെയൊക്കെ നോക്കുമ്പോൾ അത് ഇത് MT ഇവർക്കെതിരെയാണല്ലോ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. MT പറഞ്ഞ വാചകം തന്നെ ആത്മപരിശോധനയ്ക്കുള്ള ഏറ്റവും വലിയ സമയമാണ്. അത് MTയിൽ നിന്നുണ്ടായി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹം ഏറ്റെടുക്കുന്നു. കേരള സന്ദർഭത്തിലേക്ക് MTയുടെ വിമർശനം ചുരുക്കേണ്ട എന്നായിരുന്നു കവി സച്ചിദാനന്ദന്റെ പ്രതികരണം. പ്രസ്താവന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാനാകില്ല. ദാർശനിക പ്രസ്താവന എന്ന നിലയ്ക്ക് MT പറഞ്ഞത് ശരിയാണെന്നും സച്ചിദാനന്ദൻ കൂട്ടിച്ചേർത്തു. വ്യക്തിയെ മാത്രമല്ല, പൊതുവെയുള്ള ആഗോള സന്ദർഭം, ദേശീയ സന്ദർഭം, ഒരുപക്ഷെ കേരള സന്ദർഭം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രസ്താവമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ഭൗതിക സാന്നിധ്യം കൊണ്ട് മാത്രം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്നുള്ള വ്യാഖ്യാനം അതൊരു വ്യാഖ്യാനമാണ്. പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അതൊരു സാധ്യമായ ഒരു വ്യാഖ്യാനമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ആ രീതിയിൽ മാത്രമാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതിനെ ഇന്നത്തെ ദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ, സാർവദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ മുതലായ ചോദ്യങ്ങളും അത്ര തന്നെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകർ MTയുടെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. MTയുടെ വാക്കുകൾ ചിലർ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു. കേരളം കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് MT പറഞ്ഞതെന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ മൂർച്ചയേറിയ വാക്കുകൾ ഒരു കാരണവശാലും ബധിരകർണങ്ങളിൽ പതിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. കാരണം കാലത്തിൻ്റെ ചുവരെഴുത്താണ് അദ്ദേഹം വായിച്ചത്. അതേസമയം MTയുടെ വാക്കുകൾ കേന്ദ്രത്തിനെതിരെ എന്ന് LDF കൺവീനർ EP ജയരാജൻ ഇന്നും ആവർത്തിച്ചു. പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും സജി ചെറിയാനും പറഞ്ഞു. MT തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ, സാഹിത്യ രംഗത്തെ ഒരു വലിയ വയോവൃദ്ധനായിട്ടുള്ള ഒരു വലിയ നേതാവ് എന്തിനാ അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത്? MTയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം, സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു. MT പ്രസംഗം കഴിഞ്ഞ് അവിടെ ഇരുന്നു. മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു, ഞങ്ങളോടൊക്കെ സംസാരിച്ചു. MT തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തല്ല പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ MT അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ്. അപ്പോൾ ഒരിക്കലും MT അങ്ങനെ ഉദ്ദേശിക്കില്ല. അദ്ദേഹം ഒരു പ്രസംഗത്തിലൊരു പരാമർശം നടത്തി, അത് ആരെപ്പറ്റി ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പറ്റം മാധ്യമങ്ങളുടെ ഒരു പരിശ്രമം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ദീപക്, MTയുടെ ഇന്നലത്തെ വാക്കുകളിൽ വിവാദമുണ്ടാകുന്നു, അത് തുടരുന്നു, അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു. ആ പ്രസംഗം മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു എന്നാണ് CPM നേതാക്കളൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു അനാവശ്യ വ്യാഖ്യാനം അതിൽ ചമച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും MT തന്നെ ഇത്രയും സമയത്തിനിടയിൽ അത് വ്യാഖ്യാനമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം അതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞില്ല. തന്നെയുമല്ല, സുധീർ മാഷിനോട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം അല്പസമയം വിശദീകരിക്കുകയും ചെയ്തു. കേൾക്കേണ്ടവർക്ക് ആത്മപരിശോധനയ്ക്ക് ഒരു അവസരമാകുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് താൻ ഉദ്ദേശിച്ചത്. അത് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ MT ആരെ ഉദ്ദേശിച്ചു എന്നത് ഈ പരാമർശങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ നിന്നും കൃത്യമായി മനസ്സിലാകുമല്ലോ, അല്ലേ? വിജയകുമാർ, ഇതിൽ MTയുടെ മൗനം വളരെ വാചാലമാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ.
ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ട് മുതൽ MTയുടെ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അല്പം മുൻപ് ഒരു അരമണിക്കൂർ മുൻപ് MTയുടെ കോഴിക്കോട്ടെ വീട്ടിൽ നേരിട്ട് പോയിരുന്നു. പക്ഷേ MT ഈ വിഷയത്തിൽ ഇനിയൊരു പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് ഈ MTയുടെ വീട്ടിൽ നിന്നും മനസ്സിലാവുന്നത്. അതായത് സാധാരണഗതിയിൽ MT നമ്മളെ കാണുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. പക്ഷേ എന്നാൽ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് സരസ്വതി ടീച്ചർ എന്നോട് നേരിട്ട് പറഞ്ഞത്. ഇത് നേരിട്ട് MTയുടെ വീട്ടിൽ കോഴിക്കോട് കൊട്ടാരം റോഡിലെ MTയുടെ വീട്ടിൽ നേരിട്ട് പോയപ്പോഴുള്ള അനുഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ MT ഈ കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരുത്താൻ, അല്ലെങ്കിൽ കേന്ദ്രത്തെയാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് പറയാനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെയാണ് എന്ന് ഉദ്ദേശിച്ചു പറയാനോ തയ്യാറല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതേ കാര്യം MT നേരത്തെ കുറിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. MTയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി ഏതാണ്ട് ഇതേ പദാവലി ഉപയോഗിച്ചുകൊണ്ട് തന്നെ EMSനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ 2003 പ്രസിദ്ധീകരിച്ച, അന്ന് തൃശ്ശൂർ കറണ്ടാണ് ആ ബുക്ക് പ്രസിദ്ധീകരിച്ചത്, അതിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഈ സുധീർ മാഷ് വളരെ കൃത്യമായി MTയോട് സംസാരിച്ചു, MT ഉദ്ദേശിച്ചത് കേരളത്തെ രാഷ്ട്രീയത്തെയാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ, അതായത് അദ്ദേഹം ആദ്യം ഫേസ്ബുക്ക് കുറിപ്പിടുന്നു, അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിന് ശേഷമാണ് MTയെ കാണാൻ, MTയുടെ പ്രതികരണം എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നത്, 24 നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ MTയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ, അതായത് സംസ്ഥാനത്തെയോ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ അധിക്ഷേപിച്ചിട്ടില്ല, അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല എന്ന് വ്യക്തത വരുത്താൻ MT ശ്രമിച്ചില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിജയകുമാർ പറഞ്ഞതുപോലെ ഈ മൗനം ഏറെ വാചാലമാകുന്നു. മാത്രവുമല്ല, ഇതിന് രാഷ്ട്രീയമായ വലിയ പരിപ്രേക്ഷ്യം വരുന്നു. കാരണം VD സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ രീതിയിൽ അത് CPIM-നെതിരെ, സർക്കാരിനെതിരെയുള്ള ഒരു പ്രചരണത്തിന് ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ MT ഇനി എന്തോ പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കേണ്ടത്. MT അതിലൊരു വ്യക്തത വരുത്തുന്നത് വരെ സ്വാഭാവികമായും ഇത് കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള പ്രചരണമായി തന്നെ അത് ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. രാഷ്ട്രീയ നേതാക്കളെല്ലാം അത്തരത്തിൽ പ്രതികരിക്കും.